നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. 2 വർഷം മുമ്പുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിക്ക് സഹായം നൽകിയ കേരള സർക്കാർ തീരുമാനത്തിൽ പുനർചിന്തനം നടത്തണമെന്ന് കോൺഗ്രസ് എംപി ശശി തരൂർ. സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കേരളം തുർക്കിക്ക് നൽകിയ സഹായധനത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത പങ്കുവച്ചാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ശശി തരൂർ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്താണ്. അതിന്റെ പേരിൽ കടുത്ത വിമർശനമാണ് തരൂർ കഴിഞ്ഞ കുറെ നാളായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചു എന്നതായിരുന്നു തരൂരിന്റെ മേൽ ആദ്യം ആരോപിക്കപ്പെട്ട കുറ്റം. എന്നാൽ അത് തനിക്ക് ശരിയെന്ന കാര്യം താൻ തുറന്നു പറഞ്ഞതാണെന്നും അതിൽ ലവലേശം രാഷ്ട്രീയമില്ലെന്നും അന്ന് തരൂർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് മോദിയുടെ പ്രവർത്തനങ്ങളെയും ഒടുവിൽ പഹൽഗാം വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ നടപടികളെയും പ്രകീർത്തിച്ചുകൊണ്ടും കോൺഗ്രസുകാരുടെ നിലപാടിനെ അപ്പാടെ വിമർശിച്ചുകൊണ്ടും തരൂർ രംഗത്ത് വന്നപ്പോൾ മുഖം നോക്കാതെ എല്ലാവരും കൂടി തരൂരിനെ BJP-കാരനാക്കി മാറ്റി. എന്നാൽ ഇതൊക്കെ രാഷ്ട്രീയമില്ലാത്ത തന്റെ നിലപാടുകളാണെന്ന് തരൂർ തുറന്നു പറഞ്ഞിട്ടും കടുത്ത ഭാഷയിൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം വിമർശിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ പിണറായിയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്ന നിർദ്ദേശവുമായാണ് തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. തുർക്കിക്ക് നൽകിയ 10 കോടി രൂപ പാകിസ്ഥാനെ പ്രത്യക്ഷമായി തന്നെ തുർക്കി പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ എടുത്ത് വയനാടിൽ കൂടുതൽ നന്നായി പ്രയോജനപ്പെടുത്താമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. 2 വർഷത്തിന് ശേഷമുള്ള തുർക്കിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ കേരള സർക്കാർ തങ്ങൾക്ക് നൽകിയ അനുചിതമായ ഔദാര്യത്തെക്കുറിച്ച് പുനർചിന്തനം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും തരൂർ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ തന്നെ ഉദാഹരണം എടുത്താൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ആ 10 കോടി രൂപ കൂടുതൽ നന്നായി ഉപയോഗപ്പെടുത്താമായിരുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ എന്ന് തരൂർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ സാധാരണക്കാരായ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ചത്. ഇതിനിടെ തുർക്കി പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനൊപ്പം തന്നെ കണ്ടുകൊണ്ട് തുർക്കിയെയും ഇന്ത്യയുടെ എല്ലാ സൗഹൃദങ്ങളിൽ നിന്നും സഹായങ്ങളിൽ നിന്നും വ്യാപാര വിനിമയങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശക്തമായ ആവശ്യം ഉയർന്നിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോഴും ഇതിൽ നിന്ന് പിന്നോക്കം പോകാൻ തയ്യാറാകാത്ത പിണറായി സർക്കാരിന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് തരൂർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.